ഹായ് ഫ്രണ്ട്സ്, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ 5 വർഷം 653% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 53% ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോക്കായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം 2022 വരെ ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു. 2023ലും 2024ലുമാണ് ഈ സ്റ്റോക്ക് പ്രോഫിറ്റബിൾ ആവാൻ തുടങ്ങിയത്. കൂടാതെ ഈ കമ്പനിക്ക് നല്ല തോതിൽ ഡെറ്റ് ഉണ്ടായിരുന്നു. ആ ഡെറ്റ് അവർ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1.26 ആണെന്ന് കാണാം. അവരുടെ ഹിസ്റ്റോറിക്കൽ ബോറോയിങ്സ് നോക്കിയാൽ കഴിഞ്ഞ 3 വർഷത്തെ ബോറോയിങ്സിൻ്റെ ഒരു നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1,46,000 നിന്ന് 1,34,000 അത് 1,00,000 കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ ക്യാഷ് റിസർവ്സ് നോക്കുകയാണെങ്കിൽ 43,000 നിന്ന് 44,000 ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫിഗർ നോക്കുകയാണെങ്കിൽ 84,000 84,000 കോടിയുടെ ഒരു കാഷ് റിസർവ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ സ്റ്റോക്ക് ഒരു ടേൺ അറൗണ്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഹോട്ട് സ്റ്റോക്കായിട്ട് മാറിയത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയം നോക്കിയാൽ മതി. കാരണം ഒരു വർഷത്തെ ആവറേജ് വോളിയം ഏകദേശം 1,22,00,000 മുകളിലാണ് ട്രേഡിംഗ് വോളിയം, ആവറേജ് ഡെയിലി ട്രേഡിംഗ് വോളിയം. അത് കഴിഞ്ഞ ഒരു ആഴ്ചയുടെ നോക്കുകയാണെങ്കിലും അത് 1,39,00,000 ഒരു ഡെയിലി ട്രേഡിംഗ് വോളിയമാണ് കാണാൻ കഴിയുക. ഇന്നത്തെ ട്രേഡിംഗ് വോളിയം ആണെങ്കിൽ 3,78,00,000 വമ്പിച്ച ട്രേഡിംഗ് വോളിയമാണ് ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്ക് ഏകദേശം 5% താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഇപ്പോൾ താഴോട്ടേക്ക് പോയത്, ആ ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിലുള്ള ഈ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 10% ഇത് ഡൗൺ ട്രെൻഡ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഡൗൺ ട്രെൻഡ് ഇന്ന് തുടങ്ങിയതല്ല, ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 200 ഡെയിലി മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് എങ്കിലും, അതായത് ഒരു അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് എങ്കിലും 50 ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് സ്റ്റോക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇത്രയധികം ഡിപ്പ് അടുത്ത കാലത്തൊന്നും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇടിവ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനി അതിൻ്റെ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ, പ്രത്യേകിച്ച് എല്ലാ കാറുകളും ഡിസ്കൗണ്ട് പ്രൈസിൽ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ വലിയ ഒരു ഡിസ്കൗണ്ടാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ സ്റ്റോക്ക് കെട്ടിക്കിടക്കുകയാണ്, ഡീലേഴ്സിൻ്റെ കയ്യിൽ അത്രയധികം കാറുകൾ കെട്ടിക്കിടക്കുകയാണെന്നും അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അഗ്രസീവ് ഓഫറുകൾ ഇവർ നൽകുന്നതെന്നും ഇൻവെസ്റ്റേഴ്സ് കണക്കൂട്ടുന്നു. കൂടാതെ UBS എന്ന് പറയുന്ന ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ബ്രോക്കറേജ് ഫേം ഇതിന് ഒരു ഡൗൺ ട്രെൻഡ് ചെയ്തുകൊണ്ട് 825 എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇത് സെൽ ചെയ്യാനാണ് ഇൻവെസ്റ്റേഴ്സിന് ഉപദേശിച്ചിട്ടുള്ളത്. അപ്പോൾ UBS എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലാൻഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതൊരു മൾട്ടിനാഷണൽ ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു സെൽ റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 50ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കയിൽ വലിയ പ്രസൻസ് ഉള്ള ഒരു ബ്രോക്കറേജ് ഫേമാണ്. അതുകൊണ്ടായിരിക്കാം ഇതിൽ വൻതോതിലുള്ള സെല്ലിംഗ് നടന്നത്. അപ്പോൾ UBS മാത്രമല്ല, ഇപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രെഡ് ഇക്വിറ്റീസ് എന്ന് പറയുന്ന റിസർച്ച് ബ്രോക്കറേജ് ഫേം അവരും ഇതിനെ ഡൗൺഗ്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ടാർഗറ്റ് 831 അത് ഏകദേശം 20% അതിൻ്റെ ഡൗണിലാണ് അവർ ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ഇവർ കൊടുക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് ഒന്ന് ജാഗ്വാർ ലാൻഡ് റോവർ സെയിൽസിലുള്ള വീക്ക്നെസ്സും അതേപോലെ ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിലുള്ള കാറിൻ്റെ സെയിൽസിൻ്റെ വീക്ക്നെസ്സുമാണ് ഇവർ പറയുന്നത്. പ്രധാനമായിട്ടും കമ്പനിയുടെ ഇൻവെൻട്രി, നമുക്കറിയാം കാറിൻ്റെ ഇൻവെൻട്രി എന്ന് പറയുന്നത് 30 ദിവസമാണ് ഒരു ആവറേജ് ഇൻവെൻട്രി ആയിട്ട് പൊതുവേ കണക്കാക്കുക. അതായത് 30 ദിവസമാണ് ഒരു ഡീലേഴ്സിൻ്റെ കയ്യിൽ ആ കാറ് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫെസ്റ്റിവലിന് മുമ്പേ 45 ദിവസം എന്ന ലെവലിലേക്ക് അത് ഏകദേശം ഉയരാറുണ്ട്. എന്നാൽ ഫെസ്റ്റിവൽ സീസണിൽ അത് കുറയുകയും ചെയ്യും. എന്നാൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് 75 ദിവസത്തിൻ്റെ ഇൻവെൻട്രി ഡേയ്സ് ആയിട്ട് വളർന്നതായിട്ടും, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം പല ഡീലേഴ്സിൻ്റെ കയ്യിലും വലിയ തോതിൽ ഇൻവെൻട്രി കാറുകൾ കെട്ടിക്കിടക്കുകയാണെന്നും, അപ്പോൾ ഇതൊരു അഗ്രസീവായിട്ട് വലിയ ഓഫർ കൊടുത്തുകൊണ്ട് സെയിൽ ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ വലിയ ഓഫറുകളുമായിട്ട് അവരുടെ കാറുകൾ വിൽക്കുന്നത് എന്നാണ് കമ്പനി കണക്കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി ബ്രോക്കറേജ് ഫേംസ് ഇതിൻ്റെ ടാർഗറ്റ് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കാറായിട്ടുള്ള നെക്സോൺ EV എന്ന് പറയുന്ന കാറിൽ ഏകദേശം 3 ലക്ഷത്തിൻ്റെ ഡിസ്കൗണ്ടാണ് ഓഫർ കൊടുത്തിട്ടുള്ളത്.
അതുപോലെ പഞ്ച് EV എന്ന് പറയുന്ന മിഡിൽ സെഗ്മെൻറ്റിലുള്ള ഈ ഒരു പ്രധാനപ്പെട്ട കാറിൽ 1,20,000 ഒരു ഡിസ്കൗണ്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ടിയാഗോ എന്ന് പറയുന്ന സ്മോൾ കാർ സെഗ്മെൻറ്റിലുള്ള ഈ EV കാറിന് 40,000 ഡിസ്കൗണ്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് EV കാറുകൾക്ക് ഏകദേശം 6 മാസത്തോളം ഫ്രീ ചാർജിങ്, ഇവരുടെ ടാറ്റയുടെ 5,500ഓളം ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവരുടെ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ടായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടാറ്റയുടെ ഈ ഒരു ഇൻവെൻട്രി 75 അല്ലെങ്കിൽ 70 എന്നുള്ള ലെവലിലേക്ക് ഉയർന്നെങ്കിലും മാരുതി സുസുക്കിയുടെയോ അല്ലെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയോ പോലെയുള്ള ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ് അത്രമാത്രം ഉയർന്നിട്ടില്ല. അവരിപ്പോഴും 40 അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവർ താരതമ്യം ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൽ ഒരു സെയിൽസ് വീക്ക്നെസ് ഉണ്ട് എന്നാണ് ഈ ബ്രോക്കറേജ് ഫേമുകൾ പറയുന്നത്. അത് ഈ ജാഗ്വാർ ലാൻഡ് റോവറിലും ഇതേ ഒരു കാര്യമാണ് ഗ്ലോബൽ ഫേമായിട്ടുള്ള UBS പറയുന്നത്. അവർ പറയുന്നത് ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് പ്രീ കോവിഡ് ലെവലിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ പുതിയ വേർഷൻസോ അല്ലെങ്കിൽ പുതിയ ഹൈബ്രിഡ് വേർഷനുകളോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള കാറുകളോ ജാഗ്വാർ ലാൻഡ് റോവറിൽ ഇവർ മുന്നോട്ട് കൊണ്ടുവരാത്തത് കാരണം ഈ FY 26 ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് വീക്കാവും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ബ്രോക്കറേജ് ഫേമുകൾ ടാറ്റയുടെ ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്റ്റോക്ക് താഴോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ കാണുകയും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് 3 crores മുകളിലുള്ള ട്രേഡിംഗ് വോളിയമാണ് ഇതിൽ നടന്നത്. വൻതോതിലുള്ള സെല്ലിങ്ങും നടന്നിട്ടുണ്ടാവും, അതേപോലെ വൻതോതിലുള്ള ബൈയിങ്ങും നടന്നിട്ടുണ്ട്. കാരണം ഡെലിവറി പൊസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,54,00,000 ഡെലിവറി പൊസിഷനാണ്. അതായത് 42% ഈ സ്റ്റോക്ക് ലോങ് ടേമിലേക്ക് ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ആളുകൾ കണ്ടത് എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, അതിൻ്റെ RSI ഫിഗർ ഏകദേശം 30 അടുത്ത് വരികയാണ്. അപ്പോൾ പൊതുവേ 30 അടുത്തേക്ക് വരുമ്പോൾ RSI ഒരു തിരിച്ചു വരവ് നടത്തുന്നതായിട്ട് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് റീബൗൺസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും 30 താഴെ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഒരു ബൈയിങ് പൊസിഷൻ എടുക്കാൻ. അപ്പോൾ ടാറ്റ തന്നെ അവരുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് 1-2 ക്വാർട്ടറുകളിൽ ടാറ്റയുടെ സെയിൽസ് വീക്കാവുമെന്ന് അവർ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടാറ്റയുടെ ബിസിനസ്സിലും അതിൻ്റെ ലോങ് ടേം പെർഫോമൻസിലും വലിയ വിശ്വാസമുള്ളവർ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അങ്ങനെ ഒരു വ്യൂ ഇപ്പോൾ മോട്ടിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന ബ്രോക്കറേജ് ഫേം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് EV സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് EVയുടെ ഡിമാൻഡ് വരും വർഷങ്ങളിലാണ് കൂടാൻ പോകുന്നത് എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പല എക്സ്പേർട്ടുകളും 78% എക്സ്പേർട്ടുകളും ബൈ റേറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്ന് കാണുകയും, അപ്പോൾ 1-2 ബ്രോക്കറേജ് ഫേമുകൾ സെൽ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും നല്ല തോതിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ഇതിൽ പോസിറ്റീവാണ്. അത് ഇവരൊരു ഡിപ്പ് ഒരു അവസരമായിട്ടാണ് ഈ സ്റ്റോക്കിൽ പൊതുവെ പലരും കാണുന്നത്. സ്റ്റോക്കിൻ്റെ PE നമ്മൾ നോക്കുകയാണെങ്കിൽ 10.6 ആണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 22.4 ആണ്. ഇപ്പോഴും നമുക്കൊരു മാർജിൻ ഓഫ് സേഫ്റ്റി ഈ സ്റ്റോക്കിലുണ്ട് എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഇതിൻ്റെ ROCE 20%, ROE 49%. സെയിൽസ് ഗ്രോത്ത് 15%. പ്രോഫിറ്റ് ഗ്രോത്ത് 205 എന്നുള്ള ഒരു നമ്പറാണ് നമുക്ക് കാണുന്നത്. വമ്പിച്ച ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അവരുടെ ഡെറ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണ്, ബിസിനസ് ടേൺ അറൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചർ സെഗ്മെൻ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഒരു ലോങ് ടേം പിക്ക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആ ഒരു ബ്രോക്കറേജ് ഹൗസുകൾ പറയുന്ന 900 താഴെ വരുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്ക് നല്ലൊരു അക്യുമുലേഷൻ പോയിൻ്റ് ആയിട്ട് കാണാൻ കഴിയും. ആ രീതിയിൽ ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടാവുന്നതാണ്. എങ്കിലും ഇതൊരു ബൈയിങ് റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ സെല്ലിംഗ് റെക്കമെൻഡേഷനോ അല്ല. നിങ്ങൾ ഏതൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടേതായ ഒരു കൺവിക്ഷൻ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.